നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വലിയൊരു പ്രശ്നം ആക്ച്വലി ഉണ്ട്. ഇതെല്ലാവരും മനസ്സിലാക്കി അറിഞ്ഞു വരുമ്പോഴേക്കൊക്കെ ഒരുപാട് വൈകിട്ടുണ്ടാവും. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അയ്യേ ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം മുന്നേ വരെ വി യൂസ് ടു ഓൺ തിങ്സ്, അതായത് നമുക്ക് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റുമായിരുന്നു. കുറച്ചു കാലം മുന്നേ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അയാൾ ഒരു ആൽബം ഇറക്കി, ഒരു മ്യൂസീഷ്യനാണ്, പുള്ളി ഒരു ആൽബം ഇറക്കി എന്ന് വിചാരിക്കുക. നമുക്കത് CD-യോ DVD-യോ ഏത് ഫോർമാറ്റിലും നമുക്കിത് മേടിക്കാൻ പറ്റുമായിരുന്നു. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, അതിന്റെ ബ്ലൂറേ, DVD, CD അങ്ങനെ പല വേർഷൻസിൽ നമുക്കത് മേടിച്ചു വെക്കാൻ പറ്റും. ഇതൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള ഓണർഷിപ്പാണ്. ഒരു മ്യൂസിക് ആയാലും മൂവീസ് ആയാലും നമ്മുടെ കയ്യിലാണ്. നമുക്കത് കമേഴ്ഷ്യൽ യൂസിനൊന്നും പറ്റില്ലെങ്കിലും ഇത് കാണാതിരിക്കാനുള്ള റൈറ്റ്സ് ഒക്കെ ഓണറിന്റെ കയ്യിലാണ്, അതായത് കൺസ്യൂമറിന്റെ കയ്യിലാണ് ഉണ്ടാവുക. ഇനി ഒരു സിനാരിയോ വിചാരിച്ചോ, നമ്മളൊരു ബ്ലൂറേ ഡിസ്ക് വാങ്ങി ഒരു സിനിമയുടെ, ഒരു 5 കൊല്ലം കഴിഞ്ഞു, പുതിയൊരു ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റിന് എതിരെയായിരുന്ന ഒരു സിനിമ. അപ്പൊ ആ പുതിയ ഗവൺമെന്റ് വന്നിട്ട് പറയാണ് ഈ സിനിമ ഇതിനോട്ട് ബാൻഡാണ്, അതായത് ഈ സിനിമ ഇനി പബ്ലിക്കിലും ഒന്നും കാണാൻ പറ്റില്ല, ബാൻഡാണ്, കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിടുന്നു പറയുന്നു. പക്ഷെ അവർക്ക് അപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഓൾറെഡി ആൾക്കാർ ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാതിരിക്കാം. അതിന്റെ പൂർണ്ണ റൈറ്റ്സ് ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. സിനാരിയോ കഴിഞ്ഞു. നമ്മുടെ പണ്ടത്തെ കാലത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? നെറ്റ്ഫ്ലിക്സ് വന്നു, സ്പോട്ടിഫൈ വന്നു, അൽഗോരിതം വന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ബിസിനസ് മോഡൽ ആയിട്ടാണ് വന്നത്, സബ്സ്ക്രിപ്ഷൻ മോഡൽ. ഓരോന്നായിട്ട് കാശ് കൊടുത്ത് മേടിക്കണ്ട, ഒരു തവണ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കാണാം, എത്ര വേണമെങ്കിൽ കാണാം. ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ആക്ച്വലി അത് ഓഡിയൻസിന് ഒരു നല്ല കാര്യമാണ്. ഇപ്പോഴാണ് നമ്മുടെ ആ ഒരു സിനാരിയോന്റെ കേസ് വരുന്നത്. ഈ അൽഗോരിതമാണ് ഇപ്പൊ നമ്മുടെ ഈ ആർട്ട് വർക്കിനെയും ആർട്ടിനെയും കൺട്രോൾ ചെയ്യുന്നത്. അൽഗോരിതം ആരാ ഉണ്ടാക്കുന്നത്? കോർപ്പറേറ്റ്സ്. അതായത് അവർക്ക് ഒരാളിനെ ഇങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം, ഇങ്ങനെ വേണമെങ്കിൽ താഴെ ഇറക്കാം. സോ ഇൻ എ സെൻസ് നമുക്ക് പറയാം ദേ ആർ കൺട്രോളിങ് എവരിത്തിങ്. നമ്മൾ കാണുന്ന സിനിമ ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ദേ ആർ കൺട്രോളിങ് എവരിത്തിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് തോന്നിയത് നമ്മുടെ ബ്ലാക്ക് മിററിന്റെ 7th സീസൺ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴാണ്. ബ്ലാക്ക് മിറർ ഈസ് ഒഫീഷ്യലി ബാക്ക് എന്ന് പറയാം. ആ തല്ലിപ്പൊളി 6ാമത്തെ സീസൺ കഴിഞ്ഞിട്ട് 7ാമത്തെ സീസൺ ഒരു രക്ഷയില്ല, കാര്യമായിട്ട് പണിയെടുത്തിട്ടാണ് ഓരോ എപ്പിസോഡും ചെയ്തിരിക്കുന്നത്. അത് കാണാനുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ മോഡലിന്റെ ഒരു ഡാർക്ക് ഫ്യൂച്ചർ ആണ് കാണിച്ചു തരുന്നത്. പിന്നെ ആരെങ്കിലും ബ്ലാക്ക് മിറർ കാണുന്ന ബാക്കി ഉണ്ടെങ്കിൽ പോയി കാണുക. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ ഫേവറേറ്റ് എപ്പിസോഡ് ഏതായിരുന്നു അത് കമന്റ് ചെയ്യുക.